ഹായ് ഫ്രണ്ട്സ്, നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരു മാസത്തോളമൊക്കെ ആയില്ലേ. വേറെ ഒന്നും കൊണ്ടുമല്ല, ഫിസിക്കൽ ഹെൽത്തിനേക്കാളും മോശമായിരുന്നു എൻ്റെ മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മോനൂസ് നിങ്ങളൊന്ന് ജസ്റ്റ് കൊതിപ്പിക്കാൻ പോവുക. മുന്നേ എല്ലാം വേനലവധിക്ക് സ്കൂൾ കൂട്ടി കഴിഞ്ഞാൽ പിള്ളേരുപാടെയൊക്കെ കൂടി ഇറങ്ങും മാങ്ങയും ബബ്ലിമൂസും ഒക്കെ പറിച്ച് മുളകും ഉപ്പൊക്കെ ഇട്ട് തിന്നാൻ വേണ്ടി. ഇപ്പം സത്യം പറഞ്ഞാൽ അതൊന്നും കാണാൻ കൂടിയില്ല. അപ്പോൾ എനിക്കൊരു പൂതി വന്നപ്പോൾ മോനൂട്ട മേലെ പോയിട്ട് മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വന്നു. ഞാൻ ആ സമയം കൊണ്ട് തലയിൽ നല്ലോണം എണ്ണയൊക്കെ പുരട്ടി വെയിൽ കൊള്ളാൻ നിന്നു. സത്യം പറഞ്ഞാൽ വെയിൽ കൊള്ളാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ അമ്മ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത് കൊണ്ട് തലയിൽ എണ്ണ തേക്കണ നേരത്താട്ടോ കുറച്ച് വെയിൽ കൊള്ളുക. ഒരുമാതിരി കറുത്ത് കരിവാളിച്ച് ഒരുമാതിരി കോലമായി ഞാൻ. സാരമില്ല, കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ടു ലൈഫിലേക്ക് വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്ത് കോലക്കേടായാലും നമ്മുടെ ബേബിക്ക് വേണ്ടിയല്ലേ എന്ന് ആലോചിക്കുമ്പോൾ ഉള്ളിലൊരു സന്തോഷം കേട്ടോ. പിന്നെ പതിവുള്ള പോലെ തന്നെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഞാൻ പാര അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്നു. ചക്കയുടെ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന നേരത്ത് എനിക്കൊരു പങ്കുണ്ടാവും, ചക്കയോ മാങ്ങയോ എന്തെങ്കിലും ആയിട്ട്. അതിനിപ്പോൾ വീട്ടുകാർ തന്നെ പുറത്ത് പോകണമെന്നില്ല കേട്ടോ, എടുത്തുള്ളവരും കൊണ്ടു തരാറുണ്ട്. ഇതെന്തിനാണെന്നറിയോ ചിരിക്കണേ? ഞാൻ മുറിക്കണം എൻ്റെ പോവും വിചാരിച്ച് അവനുള്ളതാണ് ഞാൻ മുറിക്കുന്നതെന്ന്. നേരെ എടുത്ത് എൻ്റെ വായിലേക്ക് വെച്ചപ്പോൾ അവൻ്റെ ആകെ ചമ്മിയ ഫേസായിപ്പോയി. പിന്നെ അവൻ കൊണ്ടുവന്ന മാങ്ങ ഞങ്ങൾ മുറിച്ച് മുളക് പൊടിയും ഉപ്പും ഒക്കെ തേച്ച് കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാനിങ്ങനെ മുറിച്ച് ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് എനിക്ക് ആലോചനകൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടുതലാട്ടോ. അങ്ങനെ ആലോചിച്ച് കുത്തിയിരുന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കി. ഞാൻ ചിന്തിച്ചിരുന്ന സ്ഥലത്താണെങ്കിൽ ഭയങ്കര വെയിലായി. ഞങ്ങൾ എന്നിട്ട് മുറ്റത്തേക്ക് കസാരയിട്ട് അവിടെ ഇരുന്ന് മുറിച്ച് തിന്നലായി, ഓരോ കഥകൾ പറയലായി. എനിക്കാണെങ്കിൽ അവന് കൊടുക്കാൻ നല്ല പേടിയുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം അവന് വൊമിറ്റിങ്ങും ലൂസ് മോഷനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ പേടിച്ചിട്ടാണ് ഞാൻ അവന് കൊടുക്കുന്നത്. പാത്രം കാലിയാവണ വരെ ഞാൻ അവനോട് ഇത് തന്നെ ചോദിക്കുന്നത്, എടാ കുറച്ച് കഴിക്ക്, എനിക്ക് പേടിയാണ്, നിൻ്റെ അച്ഛനും അമ്മയും എന്നെ വന്ന് ചവിട്ടുമോ എന്നൊക്കെ കേട്ടോ ഞാൻ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവഭാഗ്യം കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടായില്ല കേട്ടോ. പിന്നെ കസാര മാത്രമേ ബാക്കിയായി. വേറെ ഒന്നും ചിന്തിച്ചു കൂട്ടണ്ട, ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല.